ഇതും നല്ല പീസാണല്ലോ, പ്ലെയിൻ പീസാണ് കേട്ടോ. ടച്ച് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. അടിപൊളി സെറ്റാണ്. ഇത് ബോഡി മാത്രമേ ഉള്ളൂ, ബോഡിയിലേക്ക് കൊണ്ടുവരാം. അതുപോലെ കളർ മാറ്റാം. കളർ മാറ്റി നമുക്ക് വെയിറ്റ് കളർ കാര്യങ്ങളൊക്കെ ആക്കാം. ഗ്രീൻ ആവും. സാധനം കേട്ടോ. ഹലോ ഗേസ്, ഇന്ന് ഞാനുള്ളത് പാലക്കാട് മുണ്ടൂർ കപ്ലിപ്പാറ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താട്ടോ. ഈ പാലക്കാട് ഉള്ളവർക്കായിരിക്കും ഈ ഒരു വീഡിയോ കാരണം ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂസ്ഡ് ക്യാമറ ഷോപ്പ് പാലക്കാട് അധികം ഉണ്ടാകാറില്ല, അതുപോലെ അധികം ആരും വീഡിയോയിൽ കണ്ടിട്ടുണ്ടാകാറില്ല. അപ്പോൾ അതുപോലെ ഒരു എൻട്രി ലെവൽ തുടക്കക്കാർക്ക് പറ്റിയ വ്ളോഗേഴ്സിനും അതുപോലെ സ്റ്റുഡിയോക്കാർക്കും അതുപോലെ ക്യാമറ യൂസ് ചെയ്തുകൊണ്ട് സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും തുടക്കക്കാർക്ക് പറ്റിയ ചെറിയ നല്ല രീതിയിലുള്ള ക്യാമറകൾ ഇവിടെ ഉണ്ട്. അപ്പോൾ ഹരിശ്രീ കോംപ്ലക്സ് എന്ന് പറഞ്ഞ ഒരു കോംപ്ലക്സിലുണ്ടത്, അവിടെയാണ്. അപ്പോൾ ഗൈസ് നമ്മൾ ഷോപ്പിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവർ രണ്ടുപേരാണ് ഷോപ്പിൻ്റെ ഓണേഴ്സ്. പേരെങ്ങനെയാണ്? രാഹുൽ. പേര്? അപ്പോൾ ഇപ്പോൾ ഏകദേശം കുറച്ച് സ്റ്റോക്കുകളേ ഉള്ളൂ, ഡെയിലി വന്നുകൊണ്ടിരിക്കുന്നതാണ് അവർ പറയുന്നത്. നമുക്കിപ്പോൾ ഉള്ള സ്റ്റോക്കുകളുടെ ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം കേട്ടോ. അപ്പോൾ മൃദുല, നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ എന്ന് പറയാം ആദ്യം. ഷോപ്പിൻ്റെ ലൊക്കേഷൻ പാലക്കാട് മുണ്ടൂരാണ്. മുണ്ടൂർ കപ്ലിപ്പാറ എന്ന ഷോപ്പിൽ ഒരു ശ്രീകൃഷ്ണ സ്വീറ്റ്സിൻ്റെ തൊട്ട് ബാക്കിൻ്റെ ബിൽഡിംഗ് ആണ്, ഹരിശ്രീ ബിൽഡിംഗ് ആണ് നമ്മുടെ ഷോപ്പ് ഫസ്റ്റ് ഫ്ലോറിൽ. ഓക്കെ, ആർക്കും എളുപ്പം വരാം കേട്ടോ, കാരണം ഹൈവേയുടെ ഓരെ തന്നെയാണിത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ നിലവിലുള്ള സ്റ്റോക്കുകളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. ഇപ്പോൾ ഇരിക്കുന്ന സ്റ്റോക്ക് വെച്ചാൽ സോണിയിലാകുമ്പോൾ സോണീൻ്റെ 7S എന്ന മോഡലൊക്കെ ഇരിക്കുന്നുണ്ട്. ബോഡി മാത്രം കുറച്ച് യൂസ്ഡ് കണ്ടീഷനാണ്, എന്നാലും നമുക്കിതൊക്കെ ഒരു അതിനനുസരിച്ചുള്ള വില ഉണ്ടാവും. അതിനനുസരിച്ച് വിലയൊക്കെ തന്നെ ഉള്ളൂ. ഇതൊക്കെ നമുക്ക് 38,000 ഒക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും. 38 ബോഡി മാത്രം. ഓക്കെ ഓക്കെ. എന്നിട്ട് നമുക്ക് പിന്നെ സോണീൻ്റെ സെമി പ്രൊഫഷണൽ മോഡൽ വ്ളോഗിംഗ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന സോണീൻ്റെ 6,000 എന്ന മോഡലാണ്. ഇത് വ്ളോഗേഴ്സിന് പറ്റിയ. ഇത് ഡിസ്പ്ലേ ഒക്കെ ടിൽറ്റ് ചെയ്യാൻ പറ്റും. ഡിസ്പ്ലേ നമുക്ക് അപ്പ് ആൻഡ് ഡൗൺ ചെയ്യാം, മുകളിലേക്കും താഴേക്കും വെക്കാം. ടിൽറ്റ് ചെയ്യാൻ പറ്റില്ല. ഇല്ല 4K റെസൊല്യൂഷൻ വരില്ല ഇതിൽ. എന്നാലും നമുക്ക് 1080 60 fps വരെ നമുക്ക് എടുക്കാൻ പറ്റും. ഇതും ബോഡി മാത്രമാണല്ലേ? ഇത് ബോഡി വിത്ത് കിറ്റ് ലെൻസ് വരും 1650. അതെ, അത് പുതിയതിന് ഏകദേശം വരും. പുതിയതിനൊക്കെ നമുക്കൊരു അറൗണ്ട് ഒരു 49-50 രൂപ വരും അല്ലേ? നമുക്ക് 29 രൂപ കൊടുക്കാൻ പറ്റും. ഇതിപ്പോൾ എത്ര പഴക്കമുണ്ട്? ഇതൊക്കെ 2-2.5 വർഷം പഴക്കൊക്കെ ഉണ്ടായിരിക്കുള്ളൂ. 2 വർഷം പഴക്കം. ഓക്കെ. ഇതിനൊക്കെ നിക്കോണിൻ്റെ D7000 എന്ന മോഡല്. ഇത് എങ്ങനെ പ്രൊഫഷണലാണോ? ഇത് പ്രൊഫഷണൽ ടച്ച് ക്യാമറയാണ്. സെമി പ്രൊഫഷണലൊക്കെ പറയാം അല്ലേ? സെമി പ്രൊഫഷണൽ അല്ല, നല്ല പ്രൊഫഷണലായി യൂസ് ചെയ്യുന്ന ആൾക്കാരെല്ലാം യൂസ് ചെയ്യുന്ന ഫോട്ടോഗ്രാഫി എല്ലാം യൂസ് ചെയ്യുന്ന ക്യാമറയാണ്. കുറച്ച് പഴയ മോഡലാണ്. ഇത് വിത്ത് നമുക്ക് 50 mm നമുക്ക് 25 രൂപയ്ക്ക് കൊടുക്കാം. 25 കൊടുക്കാം. പിന്നെ കനോണിൻ്റെ 760D എന്ന മോഡല്. ഇത് നമുക്ക് ബ്ലോഗിംഗ് എല്ലാം ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് തന്നെയാണ്. 4K റെസൊല്യൂഷൻ കാര്യങ്ങളെല്ലാം വരും. ടച്ച് വരുന്നുണ്ട്. ടച്ച് കാര്യങ്ങളെല്ലാം വരും. ടിൽറ്റ് ഡിസ്പ്ലേ കാര്യങ്ങളെല്ലാം വരും. അതുപോലെ തന്നെ സെമി പ്രൊഫഷണലാണ്. മോഡലിൻ്റെ ISO ബട്ടൺ കാര്യങ്ങളെല്ലാം വരും. ഇതൊക്കെ നമുക്ക് വിത്ത് കിറ്റ് ലെൻസ് STM ലെൻസ് ആയിരിക്കും എൻ്റെ കൂടെ വരുന്നത്. പിന്നെ ഇത് കനോണിൻ്റെ 1500D എന്ന മോഡൽ, 1500D എന്ന മോഡൽ. വൈഫൈയും കാര്യങ്ങളെല്ലാം വരും. വൈഫൈ അതുപോലെ തന്നെ ക്ലീൻ പീസാണ്. ഒരു ഷട്ടർ അക്കൗണ്ടൊക്കെ ഒരു 1000 ഫോട്ടോസിന് താഴെ ആയിട്ടുള്ളൂ. ഇത് സൂപ്പറാണ്, കാണാൻ തന്നെ അടിപൊളി കേട്ടോ. അതെ, നല്ല നീറ്റുണ്ട്. നല്ല ക്യാമറ കേട്ടോ, നല്ല ഫ്രഷാണ്, നല്ല ബോഡിയാണ് കേട്ടോ. കമ്പനി വാറണ്ടി 1 ഇയർ ബാലൻസ് ഉണ്ട്. ഓക്കെ, 1 ഇയർ ബാലൻസ് ഉണ്ട് അല്ലേ? 1 ഇയർ ബാലൻസ് ഉണ്ട് കമ്പനി വാറണ്ടി. പിന്നെ കനോണിൻ്റെ തന്നെ 3000D എന്ന മോഡൽ. 3000. ഇതും നല്ല പീസാണല്ലോ, പീസാണ്. സെയിം പീസാണ് കേട്ടോ. അത് ടച്ച് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. അടിപൊളി സെറ്റാണ്. ഇത് ബോഡി മാത്രമേ ഉള്ളൂ? ബോഡി വിത്ത് ലെൻസ് ആണല്ലേ? അടുത്ത് സോണിയാണല്ലോ? ഇത് സോണീൻ്റെ കുറച്ച് മുമ്പത്തെ ഒരു മോഡലാണ്. സോണീൻ്റെ 5.8 എന്ന മോഡലാണ്. Alpha 5.8 എന്ന മോഡലാണ്. ഫസ്റ്റ് ആദ്യം യൂസ് ചെയ്തിരുന്നുണ്ട്. 4K എല്ലാം വരുന്നൊരു മോഡലാണ്. വീഡിയോ ഒക്കെ സൂപ്പറാണല്ലേ? വീഡിയോസ് ഒക്കെ നമുക്ക് എടുക്കാം. അതുപോലെ തന്നെ ക്ലീൻ പീസാണ്, കോൺഗ്രസ് കാര്യമൊന്നും ഉണ്ടായിരിക്കില്ല. ഇത് വിത്ത് ഡുവൽ ലെൻസാണ് ഇത് വരുന്നത്. പിന്നെ കനോണിൻ്റെ 1300 1300 എന്ന മോഡല്. ഓക്കെ, ഇതെന്താ റേറ്റ് വരുന്നുണ്ട്? ഇതൊക്കെ നമുക്ക് 18 രൂപ വരുന്നുള്ളൂ. വൈഫൈ കാര്യങ്ങളെല്ലാം വരാൻ പീസാണ്. 18,000 രൂപ. വൈഫൈ ഒക്കെ ഉണ്ടല്ലേ? വൈഫൈ ഉണ്ട്. ഈ 1500D ഇതിനെന്താ റേറ്റ് വരുന്നത്? അതിന് 24 രൂപ. 24. 1 ഇയർ കമ്പനി വാറണ്ടി എടുക്കണം. 1 ഇയർ കമ്പനി ആണ് 24. അതെ. പിന്നെ കനോണിൻ്റെ 1200 1200D. 1200D. ഓക്കെ. ഇതിലും ടച്ച് വരുന്നതല്ലേ? ടച്ച് വരില്ല. ഇതിൽ ടച്ച് വരില്ല. മറ്റേ ടച്ച് വരില്ല 1500? ഇല്ല, അങ്ങനത്തെ മോഡലിൽ ടച്ച് വരില്ല. ഓക്കെ. ഇത് നല്ല സെറ്റാണ് കേട്ടോ, നല്ല ക്ലീൻ പീസ് ആട്ടോ. ആ ബോഡിക്കൊന്നും ഡാമേജും കാര്യങ്ങളും സ്ക്രാച്ച് ഒന്നുമില്ല. ഓക്കെ. നമുക്ക് ഫുൾ ഫ്രെയിമിൽ 5D മാറി കുറച്ച് യൂസ്ഡ് ആണ്. എല്ലാവരും തപ്പി കിടക്കുന്ന ഒരു സെറ്റാട്ടത്. 5D ആണ്, പക്ഷെ ഇത് കുറച്ച് യൂസ്ഡ് കണ്ടീഷനാണ് അല്ലേ?
നമുക്ക് അതിന്റെ റേറ്റ് ഉള്ളൂ 34,000 രൂപ റേറ്റ് ഉള്ളൂ. 34 അല്ലേ? ഫ്രഷ് ഇപ്പൊ എന്ത് ഒരു ഏകദേശം ഫ്രഷ് ഒക്കെ 1,00,000 മുകളിൽ വരും. 1,00,000 മുകളിൽ വരും. 1,00,000 മുകളിൽ വരും. അങ്ങനെ നമുക്കിത് 7200 ലെൻസാണ്, പോകുന്ന പീസാണ്. ഓ, ഇത് ഫ്രഷ് പീസാ? ഫ്രഷ് അല്ല, യൂസ്ഡ് പീസാണ്. ഏകദേശം എത്ര വരും? എന്നാലും ഇതൊക്കെ നമുക്കൊരു 20,000 രൂപയ്ക്ക് കൊടുക്കാം. ഇത് എന്തൊരു പിന്നെ യൂസ് വരും? അല്ല, പഴക്കമുണ്ട്? ഇതൊക്കെ 2 വർഷത്തെ പഴക്കം. ഓക്കെ. പക്ഷെ കണ്ട നല്ല പീസ് കേട്ടോ, നല്ല ഫ്രഷ് പീസ് തന്നെ കേട്ടോ. നമ്മൾ അഴിച്ചിട്ടില്ല. നല്ല ക്ലീൻ ആട്ടോ, നോക്കുമ്പോൾ തന്നെ അറിയാം. പിന്നെ നിക്കോണിന്റെ 5200 മോഡൽ. 5200 കേട്ടോ. ആ, ഇതിന്റെ 5300 ആണ് എൻ്റെ അടുത്തുള്ളത്. 19. അപ്പോൾ 19-ന് അടിപൊളി സാധനം കേട്ടോ. 6 മാസം ഷോപ്പ് വാറണ്ടി ഉണ്ടല്ലേ? അപ്പൊ നമ്മളത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അങ്ങനെ നന്നായി കൊടുക്കണോ, മാറ്റി കൊടുക്കണോ? ഫ്രീ സർവീസ് ആയിട്ട് അല്ലേ? ഓക്കെ. ഇതിൽ വാറണ്ടി ഉള്ള പീസുകളുണ്ട്, അതുകൂടാതെ തന്നെ ഷോപ്പ് വാറണ്ടി ഇവർ കൊടുക്കുന്നുണ്ട് കേട്ടോ. 2000 എന്ന മോഡലാണ്. ഇത് ബോക്സ് പീസാ? ബോക്സ് പീസാണ്. ഏതാണ്ട് നമ്മുടെ ഈ 1500 സെയിം സ്പെക്ക് വരുന്നതാണ്. സെയിം സ്പെക്ക് വരുന്ന സാധനമാണ്. ബോക്സ് പീസാണ്. ബോക്സുള്ള ഫുൾ സെറ്റ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ. ഒരു ബോക്സ് പീസ്, ബോഡി മാത്രം അല്ലേ? ബോഡി വിത്ത് ലെൻസ്. ബോഡി വിത്ത് കിറ്റ് ലെൻസ് 18-25 ലെൻസ്. നമുക്ക് 25,000 രൂപ കൊടുക്കാം. ഓക്കെ ഓക്കെ. ഇത് ഏകദേശം എന്ത് പഴക്കം ഉണ്ടാവും? ഇതൊരു 1 വർഷം ആവണേ ഉള്ളൂ. വാറണ്ടി ഉണ്ടോ? ഈ വാറണ്ടി പീസ്, അപ്പോൾ ഈ ബോക്സ് എല്ലാം വാറണ്ടി പീസാണ് കംപ്ലീറ്റ്. അപ്പോൾ വാറണ്ടി പീസ് ഉണ്ട് കേട്ടോ. നിങ്ങൾ എത്രയും പെട്ടെന്ന് വന്നാൽ സ്റ്റോക്ക് പെട്ടെന്ന് കഴിയുന്നതിന് മുമ്പ് നമുക്ക് എടുക്കാൻ പറ്റും. ക്യാമറകളുടെ കാര്യം അങ്ങനെയാണ്, പെട്ടെന്ന് പോകും കേട്ടോ. പിന്നെ വീഡിയോയിൽ കണ്ടിട്ട് കിട്ടിയില്ല എന്ന് പരാതി പറയരുത്. ഓക്കെ. ഡെമോ പീസ് ബോക്സ് ഇല്ലാത്ത പീസ് കാണിച്ചാൽ ബോക്സിനുള്ള വേറെ പീസ്. ഓക്കെ. ഏതാണ്ട് ഈ ഒരു മോഡൽ ഇതേ കണ്ടീഷൻ തന്നെ ആകത്തിരിക്കുന്നത്. ഇത് നല്ല സെറ്റാട്ടോ. നല്ല വൃത്തിയുണ്ട്, നല്ല കാണാനും നല്ല ഭംഗിയുണ്ട്, വൃത്തിയൊക്കെ ഉണ്ട് കേട്ടോ. അത് യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. ഇതൊക്കെ എൻട്രി ലെവലുകാർക്ക്, വ്ളോഗേഴ്സിന്, അതുപോലെ ഫോട്ടോ എടുത്ത് പഠിക്കുന്നവർക്കൊക്കെ സൂപ്പറല്ലേ? അടിപൊളിയാട്ടോ. അത് 600 എന്ന മോഡലിൽ ഇരിക്കുന്നുണ്ട്. ഫ്ലിപ്പ് ഡിസ്പ്ലേ കാര്യങ്ങളാണ് വരുന്നതാണ്. ഇതിലിങ്ങനെ ഫ്ലിപ്പ് നമുക്കില്ലേ? ഇത് വ്ളോഗിങ്ങിന് പറ്റിയ കേട്ടോ. സ്റ്റാൻഡ് ട്രൈപോഡിലൊക്കെ വെച്ചിട്ട്, ഇങ്ങനെ ട്രൈപോഡിലൊക്കെ വെച്ചിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ക്യാമറ കേട്ടോ. നല്ല വൃത്തിയുള്ള പീസ് കേട്ടോ. നമുക്ക് ടച്ച് ചെയ്യുമ്പോൾ തന്നെ അറിയാം അതിൻ്റെ ഒരു ക്വാളിറ്റി. ഒരു അഴുക്കോ സ്ക്രാച്ചോ ഒന്നും കാണില്ല കേട്ടോ. ഇത് യൂസർ ക്യാമറയിൽ ഇത്രയും നല്ല ക്യാമറകൾ എങ്ങനെ വരുന്നതല്ലേ? ഭയങ്കര തന്നെ എന്തായാലും. ഓക്കെ. അതുപോലെ തന്നെ പിന്നെ 1100 എന്ന മോഡലിൽ ഇരിക്കുന്നുണ്ട്. കനോണിന്റെ ഏറ്റവും ലോ പ്രൈസിൽ കൊടുക്കാൻ പറ്റും. 14 രൂപയ്ക്ക് കൊടുക്കാം. നമുക്ക് 14,000 രൂപയ്ക്ക് കൊടുക്കാം. 14,000 നല്ല പീസാണുള്ളത്. ക്ലീൻ പീസ് 1100. കുറച്ച് നല്ല പഴക്കമുള്ള പീസാണ്, പക്ഷേ ഇപ്പോഴും ക്ലീൻ ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. സൈഡ് കളർ മാത്രമേ പോയിട്ടുള്ളൂ. അതിന് വേണമെങ്കിൽ അതിന്റെ ബോക്സും കൊടുത്തുകൂടാ. നല്ല പീസാട്ടോ. ഇതൊക്കെ ശരിക്കും തുടക്കക്കാർക്ക് അടിപൊളിയായിരിക്കും കേട്ടോ. അതെ അതെ. പിന്നെ 70D അല്ലേ? ഇത് അത്യാവശ്യം ഇത് സെമി അല്ലേ? 70D സെമി പ്രൊഫഷണൽ ആട്ടോ. ഇത് കുറച്ചുകൂടെ പെർഫെക്റ്റ് ആട്ടോ. കാരണം അതായത് നമുക്ക് പ്രൊഫഷണൽ പോലെ തന്നെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ക്യാമറ കേട്ടോ. ഇത് നല്ല വൃത്തിയാണ്, നല്ല ക്ലീൻ പീസാണ്. ലൈവ് വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ഓക്കെ. ഇത് എന്ത് റേറ്റ് വരുന്നുണ്ട്? ഇത് നമുക്ക് ബോഡി വിത്ത് കിറ്റ് ലെൻസിൽ 33 രൂപ. 33. ഓക്കെ. ഇത് ഏകദേശം ഒരു 75-ന്റെ അടുത്ത് വരും അല്ലേ? ബോഡി മാത്രം മുകളിൽ കയറും. ഓക്കെ. അപ്പം നല്ല സെറ്റാട്ടോ. അത് ഇവിടെ ഇരിക്കുന്നുണ്ട്, നിങ്ങൾ വന്നാൽ കൊണ്ടുപോകാം. അടുത്ത പിന്നുള്ള സോണിയുടെ ഗ്രിപ്പാണത്. ഓ, ബാറ്ററി ഗ്രിപ്പ് കേട്ടോ. അപ്പോൾ വേറെ അക്സസറീസ് ഉണ്ട് കേട്ടോ ഇവിടെ. ഇത് എന്ത് റേറ്റ് വരുന്നുണ്ട്? ഇത് നമുക്ക് യൂസ്ഡ് പീസാണ്. യൂസ്ഡ് പീസ് നമുക്ക് 2200 രൂപയ്ക്ക് കൊടുക്കും. 2200. ഇതിനകത്ത് നമുക്കൊരു 3 ബാറ്ററി ഇടാൻ പറ്റും അല്ലേ? ഇതിൽ 2 ബാറ്ററി. ഓക്കെ. ക്ലീനാണ്. യൂസ്ഡ് ആണെങ്കിൽ ക്ലീൻ പീസാണ്. ഇത് മറ്റേ സോണിയുടെ ഏതൊക്കെ ക്യാമറകൾ സൂട്ടാവും? A6000 A6000. രണ്ടെണ്ണത്തിന്. ഈ രണ്ടെണ്ണത്തിന് സൂട്ടാവുന്ന കേട്ടോ. ബാറ്ററി ഗ്രിപ്പാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇത് ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് ഇവിടെ സമീപിക്കുക. ഇത്രയും ക്യാമറകൾ. ബോക്സ് പീസ് സോണി 50mm ഉണ്ട്. കാനോണിന്റെ 50mm ഉണ്ട്. ഇത് എന്ത് റേറ്റ് വരുന്നുണ്ട് ഈ 50mm? ഇത് നമുക്ക് 6,800 രൂപ. 6,800. ഇപ്പൊ സോണിയുടെ ആണെങ്കിൽ നിക്കോണിന്റെ ആണെങ്കിലും എന്ത് റേറ്റ് വരുന്നത് ഏകദേശം? സോണിന്റെ ആണെങ്കിൽ നമുക്ക് 50mm 1.8 ഫുൾ ഫ്രെയിമിന്റെ വരുന്നത് 15 രൂപ. 15 രൂപ വരും. 15 രൂപ അത്യാവശ്യം നല്ല പീസ് അല്ലേ? ക്ലീൻ പീസ്. പക്ഷേ സോണിയിലൊക്കെ വരുന്നത് അത് ഇരിക്കില്ല. ഒരുപാട് എൻക്വയറി. അതെ. ഇതും നല്ല ക്ലീൻ പീസാണ്. സംഭവമില്ല, അടിപൊളിയാട്ടോ. ക്ലീൻ ആണ്. ഇത് കുറച്ച് നല്ല യൂസ്ഡ് കണ്ടീഷനിലെ
600 കാനോണിന്റെ 600 ഇത് നമുക്ക് 8000 രൂപ കൊടുക്കാം. ഓ ഇത് 8000. അപ്പൊ ഇപ്പൊ മാക്സിമം ഇവിടെ വില കുറഞ്ഞ് സ്റ്റാർട്ടിംഗ് പ്രൈസ് എത്ര ഇപ്പൊ വരുന്നത് ഇപ്പൊ ഉള്ളതിൽ? 600. ഈ ഒരു ക്യാമറ ഉണ്ട്. അപ്പൊ സ്റ്റാർട്ടിംഗ് പ്രൈസ് 8000 രൂപയ്ക്കാണ് അത് കൊടുക്കുന്നത്. അത്യാവശ്യം വലുപ്പമുള്ള ക്യാമറയാണ്, കുറച്ച് യൂസ്ഡ് ആണ്, എന്നാലും കുഴപ്പമില്ല കേട്ടോ, കാണാൻ നല്ല വൃത്തിയുണ്ട് എപ്പോഴും കേട്ടോ. വർക്കിംഗ് എല്ലാം പെർഫെക്റ്റ് ആണ്. ഓക്കെ വർക്കിംഗ് എല്ലാം സൂപ്പറാണെന്നാണ് പറയുന്നത്. അപ്പോൾ D3400 എന്ന മോഡൽ കുറച്ച് യൂസ്ഡ് കണ്ടീഷൻ പീസാണ്. ഓക്കെ അടുത്ത നിക്കോണ്ട് അതേ ടൈപ്പ് വരുന്നത്. ഇത് ഏകദേശം ആ റേറ്റ് തന്നെ ആയിരിക്കും അല്ലേ? 19,000 രൂപ അത്രയുണ്ട്. ഓക്കെ ഇതിൽ വൈഫൈ കാര്യങ്ങളെല്ലാം അതിൽ വൈഫൈ എനേബിൾ ആണ്, കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആണ് കേട്ടോ, അതുകൊണ്ടാണ് ആ ഒരു റേറ്റ്. വലിയ കുഴപ്പമില്ലാത്ത യൂസേ ഉള്ളൂ. പിന്നെ അതേപോലെ 3400 സെയിം റേറ്റ് തന്നെയാണ്. കാണാൻ വൃത്തിയും കാര്യങ്ങളും അതിനെക്കാട്ടി കുറച്ചുകൂടെ വൃത്തിയുള്ള സെറ്റ് സെയിം അതേ സ്പെക്ക് വരുന്നതല്ലേ? സെയിം റേറ്റ് കൊടുക്കാം. ഓക്കെ സെയിം റേറ്റ് 19 തന്നെ കേട്ടോ. അപ്പോൾ ഈ വക ക്യാമറകളൊക്കെ കൂടെ ഉണ്ട്. ഇപ്പോൾ തുടക്കക്കാരൊക്കെ എത്രയും പെട്ടെന്ന് വന്നു കേട്ടോ. പിന്നെ നമ്മൾ ലെൻസുകൾ കുറച്ച് സ്റ്റോക്ക് ഉണ്ടല്ലോ. ലെൻസുകൾ അതൊക്കെ സോണിന്റെ 55 210 55 to 210. അത് കോമ്പാക്റ്റബിൾ ആയിട്ടുള്ള ഒരു ലെൻസ് ആട്ടോ. സോണി ഈ മൗണ്ട് എല്ലാ ക്യാമറകളിലും യൂസ് ചെയ്യാം. അതെ ഈ മൗണ്ടിന്റെ എല്ലാം അല്ലേ? നല്ല അത്യാവശ്യം നല്ല പീസ് ആണല്ലേ? നല്ല പീസാണ്, ക്ലീൻ പീസാണ്. ഇത് എന്ത് റേറ്റ് വരുന്നുണ്ട്? ഇത് നമുക്ക് 9,000 രൂപ. 9,000 രൂപ. ഇത് ഫ്രഷ് വരുമ്പോൾ എത്ര സ്റ്റാർട്ടിങ്? ഫ്രഷ് വരുമ്പോൾ 18 രൂപ അത്രയും വരുന്നുണ്ട്, നേരെ പകുതി. അതെ. ഓക്കെ. പിന്നെ ഇത് കനോണിന്റെ 55 to 50 എന്ന ലെൻസാണ്. ഒരുപാട് നല്ല എൻക്വയറിയും കാര്യങ്ങളുള്ള പീസാണ്. 55 to 250 ട്ടാ. ഓക്കെ ഇത് നല്ല പീസ് കേട്ടോ. 7,000 ആണ് കേട്ടോ അത് വില. അപ്പം നോട്ട് ചെയ്ത് വെച്ചെല്ലാവരും. ലെൻസുകളൊക്കെ 3 മാസം വാറണ്ടി ഉണ്ടാവും. ഓക്കെ പിന്നെ സോണിന്റെ എമൗണ്ട് സോണിയുടെ അല്ലേ? 55 200. ഓ 58 to 200 ഭയങ്കര കോമ്പാക്റ്റബിൾ ആട്ടോ, കണ്ട പറയില്ല. പിന്നെ STM ലെൻസുകളാണ്, ഹിറ്റ് ലെൻസ്. കനോണിന്റെ ടോപ്പ് ലെവലിൽ അത് യൂസ് ചെയ്യുന്ന ഹിറ്റ് ലെൻസുകളാണ്. ഹിറ്റ് ലെൻസ് ആണല്ലേ? ഓക്കെ. 18-200 ടെലി. ഓക്കെ അത് വലിയ ലെൻസാണ് കേട്ടോ, നല്ല വെയിറ്റ് ഒക്കെ ഉണ്ട്. ഇമേജ് സ്റ്റെബിലൈസറൊക്കെ ഉള്ള ഒരു ലെൻസാണ്. ഇത് എന്ത് റേറ്റ് വരുന്നുണ്ട്? ഇതൊക്കെ 9,000 രൂപ. 9. ഓക്കെ. പിന്നെ കനോണിന്റെ 75 to 300. കനോണിൻ്റെ ആണ്. നിക്കോണിൻ്റെ നമ്മുടെ തുറന്ന ഉണ്ടായിരുന്നു. ഓക്കെ നല്ലൊരു ലെൻസാണ് കേട്ടോ അത്. ഇതും ആ റേറ്റിന്? ഇത് ഇത് അതിൽ കുറവാട്ടോ. ഇതൊക്കെ ആവശ്യമുള്ള ഒരു ഓടി വന്നോ? കുറച്ച് പഴമുള്ള. ഓക്കെ 50 mm രണ്ടെണ്ണം ഇരിപ്പുണ്ട് കേട്ടോ. ഇത് നല്ല പീസുകൾ ഇരിപ്പുണ്ട് കേട്ടോ. ഇതൊക്കെ നിക്കോണിന്റെ ഫുൾ അല്ലേ? 7300. ഓട്ടോ എഫ് കാര്യങ്ങളെല്ലാം. ഇത് ഓട്ടോ എഫ് ആണല്ലോ? ഇത് 4,000 രൂപ കൊടുക്കാം. 4,000 തൊട്ട് ലെൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ആൾക്കാർ ഓയിൽ ലെൻസിലൊക്കെ ഈ സാധനം 10,000-നൊക്കെയാണ് മേടിക്കുന്നത്. അപ്പോൾ 4,000 ഇവിടെ അവൈലബിൾ ആട്ടോ. ഇത് 6 പീസ് ഉണ്ട്. അങ്ങനത്തെ ഒരു 6 പീസ് ഉണ്ട് കേട്ടോ. 200 ഉണ്ടല്ലോ. ഇത് കനോണിന്റെ 70-200 എന്ന ലെൻസാണ്. ടെലി ലെൻസാണ്. വൈൽഡ് ലൈഫിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ലെൻസാണ്. വൈൽഡ് ലൈഫ് യൂസ് ചെയ്യാൻ, ഫോട്ടോ വീഡിയോഗ്രാഫി യൂസ് ചെയ്യാം. ഫ്രെയിം ബോഡി ഇതൊക്കെ നമുക്ക് 29 രൂപയ്ക്ക് കൊടുക്കാം. ഓക്കെ വെഡിങ് കാരൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ ഓടി വന്നോ സംഭവങ്ങളുണ്ട്. ഇതിനൊക്കെ ബോക്സ് പീസ് കനോണിന്റെ 1200. ഇതൊക്കെ നമുക്കൊരു 15-16 രൂപയ്ക്ക് കൊടുക്കാം. 16-15 ക്യാമറ കേട്ടോ. വിത്ത് ബോക്സ് പീസ് ആണ്. ഇത് വാറണ്ടി ഉള്ളതാണോ? വാറണ്ടി ഇല്ല, പക്ഷെ ബോക്സ് പീസ് തന്നെയാണ് കേട്ടോ. 6 മാസം ഷോപ്പ് വാറണ്ടി ഉണ്ടാവും. 6 മാസം. ഓക്കെ. അതിൽ ചാർജർ കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ടാവും. ഓക്കെ എല്ലാത്തിനും ഇവിടെ ചാർജർ അവൈലബിൾ ആണ്. ഇതാ അതുപോലെ തന്നെ ഡിജിറ്റെക്കിന്റെ കോപ്പി ബാറ്ററീസ് എല്ലാം അവൈലബിൾ ആണ്. ഓക്കെ എല്ലാ മോഡൽസിന്റെ ഉണ്ടാവും. കോപ്പി നിക്കോണിന്റെ ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. അണ്ടർ ക്യാപ്പ് കാര്യങ്ങളെല്ലാം. ക്യാപ്പുകളൊക്കെ മിസ്സിംഗ് ആയിട്ടുള്ള ഒരുപാട് ക്യാപ്പുകളൊക്കെ ഉണ്ട് ഇവിടെ. ഉണ്ടാവും. ഇത് ബോക്സ് പീസ് സോണിന്റെ 6300 എന്ന മോഡലാണ്. അതൊരു അടിപൊളി അടാറ് സാധനം ഇരിപ്പുണ്ട്. സോണി 6300 നല്ല അടിപൊളി സാധനം കേട്ടോ. ഇത് നല്ല ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ വരുന്നതാണല്ലോ. 4K റെസൊല്യൂഷൻ ഒക്കെ ഉള്ള ഒരു ക്യാമറ കേട്ടോ. ബോക്സ് പീസ് ആണ്. 4K വരും. അതിൽ 1080p എല്ലാം അങ്ങോട്ട് ഫുൾ HD വൈഫൈ കാര്യങ്ങൾ, ഡോൾബി ഓഡിയോ കാര്യങ്ങളെല്ലാം വരുന്ന മോഡലാണ്. എന്ത് റേറ്റ് വരുന്നുണ്ട്? ഇത് നമുക്ക് വിത്ത് കിറ്റ് ലെൻസിൽ 44,000 രൂപ കൊടുക്കും. 44. ഇത് വാറണ്ടി ഉള്ളതാണോ? വാറണ്ടി ഉണ്ട്. എത്ര? 1 ഇയറാ? 1.5 വർഷം വാറണ്ടി. 1.5 വർഷം വാറണ്ടി ബാക്ക് ഉണ്ട് എപ്പോഴും. 44. ഫ്രഷിന് എന്ത് വരും ഏകദേശം? ഫ്രഷിനൊക്കെ റേറ്റ് ഫ്രഷ് ഇതിന്റെ 135 mm അതിൽ കൊടുത്തു കാണുന്നത്. 135 mm ആകുമ്പോൾ ഇത് അറൗണ്ട് ഒരു 80ന്റെ മുകളിൽ റേറ്റ് വരുന്നുണ്ട്. അത്രയും വരുന്നുണ്ട്. അതെ. ഇതൊക്കെ വാറണ്ടി ഇല്ലാത്ത പീസ് വിത്ത് കിറ്റ് ലെൻസിലാകുമ്പോൾ 36 ലെവലിൽ കൊടുക്കാം. ബോഡി മാത്രമായിട്ട്? ബോഡി വിത്ത് ലെൻസ് കിറ്റ് ലെൻസ്. ഓക്കെ. പിന്നെ 70D ബോക്സ് പീസ് ഇരിക്കുന്നുണ്ട്. 70D ഒരു ബോക്സ് പീസ് ഉണ്ട്. താഴെ നമ്മൾ യൂസ് ചെയ്തിട്ട് അതിന് നേരെ പിന്നെ 135ന്റെ STM ലെൻസ് ഉള്ളത്. STM ലെൻസ് ആണ് വരുന്നത്. 36,000 രൂപ.
36,000 സോണിൻ്റെ 6000 ബോക്സ് പീസ് ഇരിക്കുന്നുണ്ട്. ഡുവൽ ലെൻസ് ആണ്. ഓക്കെ, ഇത് നമുക്ക് ഒരു 37,000 രൂപയ്ക്ക് കൊടുക്കാം. ഇതെല്ലാം വാറണ്ടി പീസാ? വാറണ്ടി ഉള്ള ക്യാമറ ആണ്. അതൊക്കെ അടിപൊളി സംഭവമാണ്. വേഗം വന്നാൽ അപ്പോൾ നിങ്ങൾക്ക് നോക്കിയിട്ട് എടുക്കാം. അതാണ് കനോണിൻ്റെ 1500 ഡുവൽ ലെൻസ് 28,000 രൂപയ്ക്ക് കൊടുക്കാം. 28-ന് ഈ ലെൻസ് ആണ്. അതെ, ഇതേ സെയിം ക്യാമറ. ഓ, ഇത് ഈ ക്യാമറ ഉണ്ടോ? ഈ ക്യാമറ തന്നെ അടിപൊളിയാണ്. ഇതിനെക്കാട്ടി കുറച്ചുകൂടെ അടിപൊളിയായിരിക്കും. 2 ലെൻസ് ഉൾപ്പെടെ. ഓക്കെ, ഇത് കണ്ടിട്ട് തന്നെ എടുക്കാൻ തോന്നുന്നുണ്ട്, അത്രയും ഫ്രഷാണ്. പിന്നെ നമുക്ക് കുറച്ച് പീസുകൾ വരുന്നുണ്ട്. ഓക്കെ, ഇത് വെഡിങ്കാർ യൂസ് ചെയ്യുന്ന ഒരു കിടുകിലൻ ലൈറ്റ് ആട്ടോ. ഇതിപ്പോൾ ലാസ്റ്റ് ടൈമിൽ കണ്ടത്. അത് ഫ്രഷ് പീസാണല്ലോ അല്ലേ? ക്ലീൻ പീസാണ് കേട്ടോ, നല്ല പീസാണ്. വെഡിങ്കാർക്കാണ് ഏറ്റവും കൂടുതൽ യൂസ് വരുന്നത്. RGB കളറാണ്. നമുക്ക് RGB സെറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. കളർ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഒക്കെ ഒരു ബട്ടണിലാണ് കേട്ടോ കളി. ജോയിസ്റ്റിക്ക് പോലെ തന്നെ ചേഞ്ച് ചെയ്ത് ഇപ്പുറത്ത് കളർ വെക്കാം. കളർ ബാക്ക് സൈഡിലേക്ക് കൊണ്ടുവരാം. അതുപോലെ കളർ മാറ്റാം. കളർ മാറ്റി നമുക്ക് വെയിറ്റ് കളർ കാര്യങ്ങളൊക്കെ ആക്കാം. കണ്ടോ, ഗ്രീൻ ആവും. ഉള്ളി സാധനം കേട്ടോ. പല കളർ വരും, റെഡ് ഒക്കെ വരും. ഞാൻ ഒരു തവണ വർക്കിന് പോയപ്പോൾ ഈ ലൈറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമായതാണ് ഇത് കണ്ടിട്ട്. RGB കളർ കാര്യങ്ങളെല്ലാം വരുന്നില്ലേ. അതുപോലെ ഡാൻസിങ് ലൈറ്റ് ഒക്കെ ഉണ്ടല്ലേ, നമ്മൾ സംസാരിക്കാൻ മോഡൊക്കെ മാറ്റാട്ടോ. കണ്ട, അതായത് നമ്മൾ സംസാരിക്കാൻ അനുസരിച്ച്. ഓ, അതും ഉണ്ടോ? പിന്നെ ഇത്രയും ഫങ്ഷൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതിനകത്ത് കുറേ ഫങ്ഷൻസ് ഉണ്ട് ഇതിൽ. നമുക്ക് ഡിസ്പ്ലേ സെറ്റ് ചെയ്യാല്ല ഫങ്ഷൻസ് ഒക്കെ. നല്ല പീസ് ഉണ്ട്. ചാർജർ, ബാഗ് ഒക്കെ ക്ലീൻ സാധനമാണ്. ഒരു അഴുക്കോ സ്ക്രാച്ചോ ഒന്നും ആയിട്ടില്ല. ഇത് എന്ത് റേറ്റ് ഉണ്ട്? 11 രൂപയ്ക്ക് കൊടുക്കാം. 11. ഫ്രഷ് വരുമ്പോൾ 16,500 കേട്ടോ. അപ്പോൾ അത്രയും റേറ്റ് വ്യത്യാസമുണ്ട്. നല്ല പീസാണ്, ഫ്രഷ് പോലെ തന്നെ ഇരിക്കണം കേട്ടോ. കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷം. അപ്പോൾ നിങ്ങൾ ഇവിടെ വരുമ്പോൾ ഈ ഒരു റൂട്ട് പോവുകയാണെങ്കിൽ തന്നെ ജസ്റ്റ് കയറി നോക്കിയാൽ നിങ്ങൾക്ക് എടുത്തിട്ട് പോകാം ക്യാമറ. അപ്പോൾ പാലക്കാട് നമുക്ക് അധികം യൂസ്ഡ് ഷോപ്പൊന്നും കാണാറില്ല. ഇത് ഉള്ളിൽ വെച്ച് ഞാൻ നോക്കിയിട്ട് ഏറ്റവും നല്ലൊരു ഷോപ്പാട്ടോ. നല്ല വൃത്തിയുള്ള ക്യാമറകളാണ് ഇവിടെ സെയിൽ ചെയ്യുന്നത്. പിന്നെ 6 മാസം നമ്മൾ വാറണ്ടി കൊടുക്കുന്നുണ്ട്, ഷോപ്പ് വാറണ്ടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്പറും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സൈനിങ് ഔട്ട്, അജു പത്മനാഭൻ. Not rocket science, cause I'm a whiz kid. It's fire, fire. Fires up the galaxy up in this. I'll be rolling like it like this. Not rocket science, cause I'm a whiz kid. Fire. On the night out, I'm on the high cloud. Shooting stars at the crowd, songs out. I'll be rolling, I like it like this. Not rocket science, cause I'm a whiz kid. It's fire.